അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ അദബിൽ നമ്മൾ ഫളീലത്തു ശുഗൽ എന്ന പാഠം നമ്മൾ എടുത്തു. വളരെ സിമ്പിളായ വരികളുള്ള ചെറിയൊരു പാഠം. ഇനി അതല്ല നമുക്ക് അതിലെ വർക്കുകളൊന്ന് നോക്കാം. ഓക്കെ, സിമ്പിളായ വർക്കുകളാണ് കേട്ടോ. ഉത്തരങ്ങൾക്കുള്ള സൂചനകളൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊന്ന് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ എഴുതുക. ഒന്നാമത്തത് നുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ എന്നാണ്. അൽ അൻഷിത്ത എന്ന് പറഞ്ഞാൽ വർക്കുകൾ എന്നർത്ഥം. അപ്പോൾ നുജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അൽ അസ്ഇല സുആലിൻ്റെ ജമ്മാണ് അൽ അസ്ഇല. ആത്തിയാന അത്താർണ വരിക, ആത്തിയാന താഴെ വരുന്ന എന്നർത്ഥം. അപ്പോൾ താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ എഴുതുക. ഓക്കെ, ഒന്നാമത്തേത് മാദാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസാഇൽ. മാദാക്ക് നമ്മൾ പഠിച്ചല്ലോ, എന്ത് അല്ലേ. മാതാ എന്താണ്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലിസായിലി ചോദിച്ചു വന്ന ആളോട്, അഥവാ നബിയോട് യാചിച്ചു വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അതിന് ഉത്തരം എഴുതുമ്പോൾ നമുക്കറിയാലോ, ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിസായിലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു വന്ന ആളോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, അമാ ഫി ബൈതിക ഷൈഉൻ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാം. അടുത്തത് മാദാ അസ്വാബ റജുലു ബിൽ ഇഹ്തിതാബി വൽ ബൈഇ. മാദാ അസ്വാബ റജുലു, എന്താണ് ഈ മനുഷ്യനിക്ക് ലഭിച്ചത്, ബിൽ ഇഹ്തിതാബി. ഇഹ്തിതാബ് പറഞ്ഞാൽ വിറക് ശേഖരിക്കുക എന്നർത്ഥം, വിറക് ഉണ്ടാക്കുക എന്നർത്ഥം. വിറക് ഇഹ്തതബ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ വിറക് ശേഖരിച്ച് വൽ ബൈഇ, അതുപോലെ തന്നെ ആ വിറക് വിറ്റിട്ട് ഈ മനുഷ്യനിക്ക് എന്താണ് ലഭിച്ചത്. അപ്പോൾ അതിനുത്തരം നമ്മളെ വരികളിലുണ്ടല്ലോ, എന്ത് വഖദ് അസാബ അശറത ദറാഹിം. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, അസാബ റജുലു ബിൽ ഇഹ്തിതാബി വൽ ബൈഇ, കച്ചവടത്തിലൂടെയും വിറക് ശേഖരിക്കുന്നതിൽ ഈ മനുഷ്യൻ കരസ്ഥമാക്കിയത് എന്താണ്, അശറത ദറാഹിം എന്ന് ഉത്തരം പരിപൂർണ്ണമാക്കിയതാ. അടുത്തത് മാദസ്തറ റജുലു ബിൽ ദറാഹിം. ഈ മനുഷ്യൻ അഥവാ ഈ അൻസാരിയായ ഈ മനുഷ്യൻ അല്ലേ, അദ്ദേഹം എന്താണ് വാങ്ങിയത്, മാദാ ഇസ്തറ എന്താണ് വാങ്ങിയത്, അറജുലി മനുഷ്യൻ ബിദ്ദറാഹിമി ഈ ദിർഹമുകൾ കൊണ്ട് എന്താണ് ഈ മനുഷ്യൻ വാങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ഇസ്തറ റജുല ബിദ്ദറാഹിമി, ഈ മനുഷ്യൻ ദിർഹമുകൾ കൊണ്ട് വാങ്ങി, സൗബൻ വ ത്വാമൻ അങ്ങനെ ഇതാ. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്തറ ബി ബഅ്ലി ദറാഹിമി സൗബൻ വ ബഅ്ലിഹ ത്വാമൻ അങ്ങനെ ഇതട്ടോ. ഉത്തരം കൃത്യമായിരിക്കണം, തെറ്റുകളൊന്നും ഉണ്ടാവരുത് കേട്ടോ. അതിലേക്കുള്ള സൂചനകൾ അപ്പോൾ നിങ്ങൾ ആ ഭാഗം നോക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. അടുത്ത ബിഖം ദിർഹമൻ ബഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിൽസ വൽ കഅബ. ഈ ഹിൽസ് പറഞ്ഞാൽ ആ വിരിപ്പ്, ആ ശീലകഷ്ണങ്ങൾ, അതുപോലെ തന്നെ വൽ കഅബ ആ കോപ്പയും, കഅബ് കോപ്പ. ഓക്കെ, അപ്പോൾ ഈ കോപ്പയും ഈ വിരിപ്പുകളൊക്കെ എത്ര ദിർഹമിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറ്റത്. അപ്പോൾ എത്ര രൂപക്കാണ് വിറ്റത്. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ബഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിൽസ വൽ കഅബ, ഹിൽസും കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറ്റു ബി ദിർഹമൈനി. ഓക്കെ, സംശയങ്ങളൊന്നുമില്ലല്ലോ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അടുത്തത് രണ്ടാമത്തെ വർക്ക്, നുഹവ്വിലു ഹാദിഹിൽ ഖിസ്സത ഇലൽ ഹിവാർ. ഇവിടെ നമ്മുടെ ഈ പാഠമല്ലോ ഫളീലത്തു ശുഗൽ എന്നുള്ള പാഠം, അതിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, പിന്നെ അൻസാരിയായ ഒരു മനുഷ്യനുണ്ട്, അതുപോലെ തന്നെ റജുൽ എന്ന് പറഞ്ഞാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണിത് എടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ മറുപടി പറയുന്നുണ്ട്, അത് ഇദ്ദേഹം കേട്ടോ, ഇത് അൻസാരി, ഈ റജുൽ എന്നുള്ളത് അൻസാരി. പിന്നെ ഇവിടെ കാല റജുലുൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരാളാണ്, റജുൽ എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ മറ്റു കാല റജുലുൻ അത് വേറെ ആളാണ് കേട്ടോ. അവിടെ നബിയുടെ മുമ്പ് സദസ്സിൽപ്പെട്ട 1-2 ആളുകൾ എന്നർത്ഥം. അപ്പോൾ അവർ 2 ആളുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അൻസാരിയും, ഇത്രയേ ഉള്ളൂ. ഈ 4 ആളുകളാണുള്ളത്. അപ്പോൾ ഒരു സംഭാഷണം പോലെ എഴുതണം. ഓക്കെ, ഇവിടെ നടന്ന സംഭവങ്ങൾ സംഭാഷണം പോലെ എഴുതുക. അപ്പോൾ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അമ്മാ ഫി ബൈതിക, എൻ്റെ വീട്ടിലൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അൻസാരി മറുപടി പറയുന്നത് എന്താണ്, ബലാ ഹിൽസുൻ നൽബസ് ബഅ്ലുഹു വ നബ്സുതു ബഅ്ല. അപ്പോൾ അതൊക്കെ കഅബുൻ നശ്റബു ഫീഹി മിനൽ മാ അപ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ അടുത്തെത്തുമ്പോൾ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി എന്താണ് ചോദിക്കുന്നത്, നബി എന്താ ചോദിക്കുന്നത്, ഇത്തിനി ബിഹിമ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അപ്പോൾ പിന്നെന്തില്ല,
പിന്നെ അൻസാരി അവിടെ നിന്നു. പിന്നെ അൻസാരിയുടെ വാക്കുകൾ വരുന്നത് കുറച്ച് അവസാനത്തിലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തതും നബി തന്നെ പറയാണ് കേട്ടോ. മൻ യസ്തരി ഹാദിഹി മൻ യസ്തരി ഹാദൈനി, ഇതാരാണ് വാങ്ങുക, ഹാദൈനി ഇത് രണ്ടുമാരാണ് വാങ്ങുക എന്ന് ചോദിക്കും. അപ്പോൾ അൻസാരി എല്ലാം മറുപടി പറയുന്നത് ഖാല റജുലുൻ എന്നാണ്. അപ്പോൾ നബിയുടെ മുമ്പിൽപ്പെട്ട ഒരാൾ. അപ്പോൾ റജുലുൻ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അന ആഹുദുഹുമാ അന ആഹുദുഹുമാ ബിദിർഹം. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് മൻ യസീദു അലാ ദിർഹമിൻ മൻ യസീദു അലാ ദിർഹമിൻ. അപ്പോൾ മറ്റൊരുത്തൻ, അപ്പോൾ മറ്റൊരാളാണ് കേട്ടോ. പിന്നെ അപ്പോഴും എന്ത് ചെയ്യുക, റജുലുൻ എന്ന് എഴുതിയിട്ട് അനാഹുദുഹുമാ ബിദിർഹമൈനി എന്ന് പറയാം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സംഭാഷണത്തിൻ്റെ ഘട്ടം പിന്നെ അവസാനമാണ് പറയുന്നത്. അവസാനമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വിറ്റു. അത് കഴിഞ്ഞ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിട്ട് എന്ത് പറയാ, ആരോട്, ഈ ചോദിച്ചു വന്ന ഈ അൻസാരിയോട് പറയാണ് ഇദ്ഹബ് ഫഹ്തതിബ് വബിഅ വലാറയന്ന ഖംസത യൗമൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞേക്കുക, അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു, ബല എന്നോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. പിന്നെ വീണ്ടും അവസാനത്തിൽ നമ്മുടെ ചരിത്രം അവസാനിക്കുന്നതിന് അവസാനത്തിൽ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ട്. ആ പറയുന്നതും കൂടി അവിടെ ഇവാറാക്കി പറയാൻ അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണല്ലോ, എന്ത് ഹാദാ ഖൈറുൽ ലക് മിൻ അൻ തജിഅൽ മസ്അലതു നുക്തതൻ ഫീ വജ്ഹിക യൗമൽ ഖിയാമ. അപ്പോൾ അങ്ങനെ ഈ പാഠം മുഴുവൻ ഒരു സംഭാഷണ രൂപത്തിലാക്കിയിട്ട് എഴുതാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോര് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരി കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സാഹചര്യം കൂടി വിശദീകരിക്കുക. എന്ത് ഇന്ന ആൾ പോയി, അടുത്ത ആൾ അങ്ങനെ മറ്റൊരാൾ ചോദിച്ചു, അങ്ങനെയൊക്കെ ചുരുക്കിയിട്ട് ഷോർട്ടാക്കി നമുക്കറിയില്ല. എന്ത് ഒരു നാടകമൊക്കെ എഴുതുമ്പോൾ നാടകം അതുപോലെ തന്നെ കഥാകൃത്ത് ഒരു നമ്മൾ എന്താ പറയുക സ്ക്രിപ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ എഴുതും പാർട്ട് 1 പാർട്ട് 2 ഒന്നാം ചുമരിൽ രണ്ടാം ചുമരിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം എഴുതുക. അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതുക. ഏതായാലും ഈ പാഠം മുഴുവൻ ഒരു സംഭാഷണ രൂപത്തിൽ എഴുതുക. അതാണ് ഇതിലുള്ള വർക്ക്. പിന്നെ അടുത്തത് നുറത്തിബ് അജ്സ അൽ ജുമൽ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരുപാട് പദങ്ങളുണ്ട്. ഈ പദങ്ങൾ എന്ത് ചെയ്യണം, ക്രമീകരിക്കണം. അതിലൊന്നാമത്തത് ഹിഷാം. ഹിഷാം എന്ന ഒരാളെ കുട്ടീൻ്റെ പേരാണ് ഹിഷാം കേട്ടോ. നമ്മളെ കൂട്ടത്തിലുള്ള ഹിഷാം ആയിക്കോട്ടെ ഹിഷാം. പിന്നെ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നർത്ഥം, ഇൽ നിന്ന്. ഓക്കെ. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. അസൂഖൽ മർക്കസ് എന്ന് പറഞ്ഞാൽ മർക്കസി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സെൻട്രൽ മാർക്കറ്റ് അഥവാ കേന്ദ്ര മാർക്കറ്റ് എന്ന പ്രധാന മാർക്കറ്റ് എന്ന അർത്ഥത്തിനേക്കാണ്. അസൂഖൽ മർക്കസ് സെൻട്രൽ മാർക്കറ്റ്. കമീസൻ കമീസിനെ എന്നർത്ഥം. അപ്പോൾ ഓരോന്ന് നോക്കുക. ഹിഷാം ഇൽ നിന്ന് വാങ്ങി, സെൻട്രൽ മാർക്കറ്റ് കമീസൻ കമീസിനെ, കമീസൻ എന്നറിയില്ല, കമീസന്നെ. അപ്പോൾ അതിനെ വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിഷാം അവിടെ നിന്നും ഇവിടെ നിന്നും സൂക്കൽ മർക്കസിൽ നിന്നും കമീസിന് ആദ്യം ഫെയില് ഫായില് മഫൂല് ജാറ് മജ്റൂർ അങ്ങനെ ഉണ്ട് ചെയ്ത. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് അല ഷജറത്തി മരത്തിൽ. അറായി എന്ന് പറഞ്ഞാൽ ആട്ടിടയൻ. ഹബലൻ കയറിനെ ശ്രദ്ധ കെട്ടി. അപ്പോൾ ആട്ടിടയൻ കയറിനെ മരത്തിൽ കെട്ടി എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അത് നോക്കുക, ഫെയില് ഫായില് മഫൂല് ജാറ് മജ്റൂർ ആക്കി അങ്ങനെ ഉണ്ട് എഴുതുക. അടുത്തത് അൽ അബൂപ്പ ബി അർബാത്ത് മിയാറ 400. ഓക്കെ. 400-ന്. ലുഅബത്ത് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം. ലുഅബത്ത് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾക്കാണ്. ലൈബ പറഞ്ഞാൽ കളിക്കല്ല. അപ്പോൾ ലുഅബത്ത് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ, ടോയ്സ് അല്ലേ. ടോയ്സിനാണ് എന്താ പറയുക ലുഅബ എന്ന് പറയാം. റുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ രൂപ എന്നർത്ഥത്തിനിക്ക് രൂപ എന്നർത്ഥത്തിനിക്കാണ് റുബിയ്യ എന്ന് പറയാം. ഇസ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. അതുംയ വാവ് അത്തഫാണ് കേട്ടോ. അത്തഫിൻ്റെ അതാ എന്നുള്ള അർത്ഥമുണ്ട്. ദും എന്ന് പറയില്ല, അതിനാണ് വാവ്. ദുംയ എന്ന് പറഞ്ഞാൽ പാവ, കളിപ്പാവകൾ ഉണ്ടല്ലോ. ലുഅബത്ത് പറഞ്ഞാൽ കളിപ്പാട്ടം, ദുമ്യത്ത് പറഞ്ഞാൽ പാവകൾ, ഡോൾസുകൾ. ഓക്കെ. ഡോൾ എന്ന് പറയുക, അതാണ് എന്ത് ദുമ്യത്ത്. അപ്പോൾ എന്താണ്, ഉപ്പ 400 രൂപക്ക് എന്ത് വാങ്ങി, കളിപ്പാട്ടവും ഡോൾസുകളും വാങ്ങി. അപ്പോൾ ഫെയില് ഫായില് മഫൂല് ആദ്യം എഴുതുക, പിന്നെ ജാർ മജ്റൂർ എഴുതുക. ഓക്കെ. ആദ്യം ഫെയില്, പിന്നെ ഫായില്, പിന്നെ മഫൂല്, പിന്നെ അതിലേക്ക് മഫൂലിൻ്റെ കൂടെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് ചേർക്കുക, പിന്നെയാണ് ജാർ മജ്റൂർ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രമപ്പെടുത്തി നിങ്ങൾ എഴുതുക. 3 അങ്ങനെ ചെയ്യുക. പിന്നെ അടുത്തത് കലിമാത്തും മുതഖാത്തത്തുൻ എന്ന് പറഞ്ഞത്. മുതഖാത്തഅത്ത് ഇവിടെ നമ്മളറിയാലോ എന്ത് പദപ്രശ്നം പൂരിപ്പിക്കുക എന്നൊക്കെ സംഗതികളുണ്ട്. അതുപോലുള്ള സംഭവമാണ് കേട്ടോ. അത് നോക്കുക. നക്തബ് ഹസ്ബൽ ഇർഷാദാത്ത്, ഈ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ എഴുതുന്നു. ഉമൂദിയൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ലംബമായി എന്നൊക്കെ അതിൻ്റെ യഥാർത്ഥ മലയാളം. ലംബമായി. വെർച്ചിക്കലി എന്ന് പറയും, വെച്ചിക്കലി എന്ന് പറയാം. VERTICALLY കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക.
അഥവാ നമ്മൾ താഴേക്ക് എന്നർത്ഥത്തിലേക്ക് ലംബമായിട്ടാണല്ലോ, താഴേക്ക് പറയുമ്പോൾ ലംബമായിട്ടല്ല ഉണ്ടാവുക, ഒരു വര ഇങ്ങനെ ലംബമായിട്ട് വരച്ചാൽ താഴേക്ക് എന്നർത്ഥത്തിലേക്ക്. ഓക്കെ, ഉമൂദിയൻ താഴേക്ക് എഴുതുക എന്നർത്ഥം. അപ്പോൾ ഈ ആരോ മാർക്കിന് താഴേക്ക് ഇങ്ങനെ എഴുതുക. ഒന്നാമത്തത് എന്താണ്? മിസ്ബാഹും ഫിസ്സമാ, ആകാശത്തിലെ വിളക്ക്. ആകാശത്തിലെ വിളക്ക് ഏതാണ്? അത് ഒന്നിന് നേരെ എഴുതുക. ആകാശത്തിലെ വിളക്ക് ഏത്? നിങ്ങൾ നല്ലൊരു വേർഡ് കണ്ടെത്തുക, അതിൻ്റെ അറബിയോ മലയാളം നിങ്ങൾക്ക് അറിയുന്നത്. മലയാളം എഴുതുന്നുണ്ട് കേട്ടോ, ഇവിടെ ഇതിൽ അറബിയാണ് എഴുതുന്നത്, മലയാളം കണ്ടെത്തിയിട്ട് അറബി ഉള്ളത് ഇവിടെ എഴുതുക. ഓക്കെ, മിസ്ബാഹും ഫിസ്സമാ, ആകാശത്തിലുള്ള വിളക്ക് എന്താണ് അത്? ഓക്കെ, അതിവിടെ ഒന്നിൻ്റെ നേരെ ആരോ മാർക്ക് താഴെ അവിടെ എഴുതാം. 2, നഖ്ദുൽ ഇമാറാത്തിൽ മുത്തഹിദത്തിൽ അറബിയ. ഇമാറാത്തുൽ മുത്തഹിദ അൽ അറബിയ എന്ന് പറഞ്ഞാൽ UAE അറിയല്ലോ, UAE അറിയില്ല നമ്മൾ, UAE എന്ന് പറയാം. അതാണ് എന്ത്? അൽ ഇമാറാത്തുൽ മുത്തഹിദ അൽ അറബിയ, യുണൈറ്റഡ് അറബ് നേഷൻസ് എന്ന് പറയും. നമ്മൾ സാധാരണ എന്ത് അബുദാബിയും അതുപോലെ അബുദാബിയും അതുപോലെ തന്നെ ദുബൈ, അജമാൻ തുടങ്ങിയുള്ള പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനേക്കാണ് എന്ത് പറയാം? UAE എന്ന് പറയാം. UAE എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് അറബ് നേഷൻസ്. പിന്നെ അൽ ഇമാറാത്തുൽ മുത്തഹിദ അൽ അറബിയ എന്ന് പറയുമ്പോൾ അൽ ഇമാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭരണകൂടങ്ങൾ. അൽ മുത്തഹിദ എന്ന യോജിപ്പിക്കപ്പെട്ട അൽ അറബിയ, അറേബ്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെ പേര് വരാനുള്ള കാരണം എന്താ അറിയോ? യുണൈറ്റഡ് അറബ് നേഷൻസ് എന്ന് പറഞ്ഞാൽ അഥവാ അറേബ്യൻ കൺട്രികളുടെ ചെറിയൊരു കൂട്ടായ്മ എന്ന അർത്ഥത്തിനേക്കാണ്. അറേബ്യൻ ഐക്യ അറേബ്യൻ നാടുകൾ എന്ന അർത്ഥത്തിനേക്കാണ്. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം പറയുന്നത് എന്താ അറിയോ? ഒരു 7 പ്രദേശങ്ങൾ, 7 സംസ്ഥാനങ്ങൾ, അവിടെ 7 ഭരണങ്ങളായിരുന്നു. ആ 7 ഭരണങ്ങളും കൂടി ഏകോപിച്ചതാണ് എന്ത്? UAE. ആ 7 നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് അബുദാബി, ദുബൈ, അതുപോലെ തന്നെ പിന്നെ അജ്മാൻ, ഇങ്ങനെ തുടങ്ങി ഷാരിഖ, അതുപോലെ തന്നെ റസുൽ ഖൈമ, ഖൈവീൻ, അതുപോലെ തന്നെ ഫുജൈറ. ഈ 7 സ്ഥലങ്ങളായ അത് നമ്മൾ ഇതിന് കൂടെ മനസ്സിലാക്കേണ്ട സംഗതി എന്നിട്ട് പറയാം കേട്ടോ, ലോകവിവരമാണല്ലോ. അപ്പോൾ 7 പ്രധാന സ്ഥലങ്ങൾ, പ്രധാന ഭരണകൂടങ്ങൾ കൂടിയിട്ടാണ് UAE ആയി മാറുന്നത്. അതുകൊണ്ടാണ് അൽ ഇമാറാത്തുൽ മുത്തഹിദ അൽ അറബിയ. നമ്മുടെ വിഷയം എന്താണ്? നഖ്ദുൽ ഇമാറാത്തുൽ മുത്തഹിദ അൽ അറബിയ, UAEയുടെ നാണയം, ഔദ്യോഗിക നാണയം എന്താണ്? നാണയം എന്താണ്? UAEയുടെ നാണയം നിങ്ങൾക്കറിയാമല്ലോ, അത് 2ന് താഴെ എഴുതി കൊടുക്കുക. 3-മത്തത് ഇന്നല്ലാഹ അല്ലേ, ഇന്നല്ലാഹ, അള്ളാഹു എന്താണ്? ഒരു ഖബർ, ഗഫൂറെന്നോ റഹീമെന്നോ ഹലീമെന്നോ അല്ലെങ്കിൽ ഖാദിറുൻ, എന്തെങ്കിലും ഒരു ഖബർ അവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 4-മത്തെ മഅനാഹു അലം, അതിൻ്റെ അർത്ഥം അലം എന്നാണ്. അലം എന്ന് പറഞ്ഞാൽ പതാക, കൊടി എന്നൊക്കെ അർത്ഥത്തിനേക്കാണ് കേട്ടോ. ഓക്കെ, പതാക, കൊടി, മനസ്സിലായല്ലോ. അലം എന്ന് പറഞ്ഞാൽ പതാക, കൊടി. നമ്മൾ അഖീദയിൽ പറഞ്ഞല്ലോ അൽ അലാം എന്ന് പറഞ്ഞാൽ കൊടിവാഹകരായ എന്നൊക്കെ പറഞ്ഞല്ലോ, അതാണ് എന്താ അലം എന്ന് പറഞ്ഞാൽ കൊടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൊടിയാണ്. അപ്പോൾ കൊടി അലമിൻ്റെ മറ്റൊരു വേർഡാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ പരമാവധി കണ്ടെത്താൻ നോക്കുക. ഓക്കെ, പിന്നെ അടുത്ത് ഉഫ്കിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്, നമ്മൾ മൊബൈലിലൊക്കെ ഉണ്ടല്ലോ ഹോറിസോണ്ടലി, മനസ്സിലായല്ലോ, മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും. ഹോറിസോണ്ടലി എന്ന് പറയും, അഥവാ ഇങ്ങനെ നേരെ എന്നർത്ഥം. തിരശ്ചീനമായി എന്നാണ് അതിൻ്റെ യഥാർത്ഥ മലയാളം, തിരശ്ചീനമായി എന്നിട്ടോ. അപ്പോൾ ഹോറിസോണ്ടലി എന്ന് പറഞ്ഞാൽ ഉഫ്കിയൻ, ഇങ്ങനെ ആരോമാർക്ക് കണ്ടത് മനസ്സിലായല്ലോ. നേരെ എന്ന് വലത്തോട്ട്, കീപ്പോട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ട്, ഉമൂദിയൻ കീപ്പോട്ട്. അപ്പോൾ അത് നോക്കുക. 1-മത്തെ സഖ്ഫുൽ അർള്, ഭൂമിയുടെ മച്ച്. ഭൂമിയുടെ മുകളിലുള്ള മച്ച് എന്ന് മനസ്സിലായോ? മുകളിൽ ഇങ്ങനെ എന്താ മൂടി നിൽക്കുന്നത് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മച്ച് എന്നാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. സഖഫ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പന്തലക്കെട്ട പോലെ നിൽക്കുന്ന സാധനം എന്നർത്ഥം. ഭൂമിയുടെ സഖഫ് എന്താണ്? മച്ചായി നിൽക്കുന്നത് എന്താണ് ഭൂമിയുടെ? അതാണ് 1-ന് നേരെ എഴുതേണ്ടത്. പിന്നെ 2-ന് നേരെ എഴുതേണ്ടതോ യനാമു ഫീഹി തിഫ്ലു, കുട്ടി അതിൽ ഉറങ്ങുന്നു. യനാമു ഉറങ്ങുന്നു, ഫീഹി അതിൽ, അത്തിഫിലു കുട്ടി ഉറങ്ങുന്ന സാധനം. തൊട്ടിലാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരെന്താണ് അറബിയിൽ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ അവസാനത്തെ ഒരു 4 കോളം ഇങ്ങനെ ബാക്കിയുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങൾ സ്വയം ഉണ്ടാക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. അപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്യുക. അസ്സലാമു അലൈക്കും.